അപ്പോൾ നമുക്ക് മാംഗോ ചിക്കൻ ചീസ് ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത് തൊലി കളഞ്ഞ് മാറ്റി വെച്ചതാണ്. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്കൊരു സ്മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ല കൈ സൂക്ഷിച്ചിട്ട് വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കട്ടകൾ മൊത്തം ഉടഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. അതായിരിക്കണം അതിൻ്റെ ഒരു പരുവം. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് എല്ല് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറിയ മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 2-3 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മാങ്ങാപ്പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി രണ്ടിനകത്ത് നമ്മുടെ പൊട്ടറ്റോയിലും ചിക്കനിലും നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അത് വേവിക്കുമ്പോൾ ഒരുപാട് ഉപ്പിട്ട് കൊടുത്ത് വേവിക്കാനും പാടില്ല, ഒരു മീഡിയം ഉപ്പ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു പിഞ്ച് അളവിലുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിലും താഴെയുള്ള ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങാപ്പഴമാണ്. അപ്പോൾ ഞാൻ വലിയൊരു മാങ്ങാപ്പഴത്തിൻ്റെ ഒരു വലിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മാങ്ങാപ്പഴമാണെന്നുണ്ടെങ്കിൽ അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം മിക്സിയിലെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീരും കൂടെ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നാരങ്ങയുടെ കുരു എന്തെങ്കിലും വന്നാൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയണം, അല്ലെങ്കിൽ അത് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ടുണ്ട്. അത് ഒരു നമ്മുടെ ഒരു ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിലേക്ക് കിട്ടണം. അപ്പോൾ ഇത് ലൂസാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടൈറ്റ് ആക്കാനായിട്ട് നമുക്കിതിനകത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ സാധാരണ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം റസ്ക് പൊടിച്ച് ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് എന്തായാലും ഒരു 3 കഷ്ണം ബ്രെഡ് വെറുതെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ വറക്കുന്നൊന്നുമില്ല, ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നു. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലേക്ക് ആക്കുക. അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഉരുട്ടാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ചീസ് ബോൾസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കട്ടയായിട്ടുള്ള ചീസാണെങ്കിൽ ആ ചീസ് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. ഇന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കയ്യിൽ എണ്ണയോ വെള്ളമോ പുരട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. ആവശ്യത്തിനുള്ള നമ്മുടെ കൂട്ടെടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചീസ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചീസിന് ടേസ്റ്റ് ഇഷ്ടമുള്ളതാണ്, കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വലുപ്പവും ഷേപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടത് ബൈൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിൽ നിന്നും മേളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ലൊരു ഷേപ്പിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് വിത്തൗട്ട് ചീസിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് വറുത്തെടുത്താലും മതിയാവും. അപ്പോൾ അതും കൂടെ നമ്മൾ റെഡി ആക്കിക്കൊണ്ട് എടുത്തതിന് ശേഷം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച മിക്സിയിൽ പൊടിച്ച ബ്രെഡിൻ്റെ ക്രംസിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചീസ് വെച്ചതും ചീസ് വെക്കാത്തതും രണ്ടും ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട ആദ്യം ബ്രെഡ് ക്രംസിലിട്ടു, പിന്നെ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിത് വറക്കാൻ ആവശ്യമുള്ള എണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുക്കി ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുങ്ങാനുള്ള എണ്ണയില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതിയാവും. മുങ്ങിക്കിടക്കുകയാണെങ്കിലും തിരിച്ച് മറിച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുക. ഇങ്ങനെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്ത വഴിക്ക് തന്നെ അതിന് മേലേക്കുള്ള തവി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും കുറച്ച് ഓയിൽ കോരി ഒഴിക്കുക. ഒരു 10-12 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇട്ട വഴിക്ക് തന്നെ അതിൻ്റെ അടിവശം മാത്രമായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം വറുത്ത് കോരിയെടുത്തത്. അപ്പോൾ അങ്ങനെ വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വറുത്തെടുത്തത്. അപ്പോൾ ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മളെല്ലാം വറുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഹോട്ട് ചില്ലി സോസാണ്. അപ്പോൾ അതൊരു എരിവും മധുരവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് ചില്ലി സോസ്. റെഡ് ചില്ലിയോ ഗ്രീൻ ചില്ലിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏത് സോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീസ് ബോൾസ് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് നടക്കുന്ന ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചീസ് ചേർക്കാത്തതും കൂടെ തുറന്ന് കാണിക്കാം. അപ്പോൾ ചീസ് ചേർക്കാത്തതാണെങ്കിൽ ജസ്റ്റ് വെറുതെ ഒരു ചിക്കൻ ബോൾ കഴിക്കുന്ന പോലത്തെ ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്